ഇതിനകത്ത് നിറച്ച ആളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കിയേ. എന്നാ രസമായിരിക്കും പാട്ടും മ്യൂസിക്കും. ആഹാ, ഇവിടെ നിൽക്കുവാണോ? എന്നാണ്ട് വിശേഷം? കോട്ടയത്തിന്റെ ഒരു പ്രതിനിധി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഈ അയർക്കുന്നങ്ങനെ കിട്ടും. അയർക്കുന്നത്തിന്റെ മരുമോനാണ്. വാഹനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വരികയും. പ്രിയപ്പെട്ട കൂട്ടുകാരി, അയർക്കുന്ന കാഴ്ചയുടെ എപ്പിസോഡ് 2 നമ്മൾ കടന്നിരിക്കുകയാണ്. പതിവ് പോലെ കുസൃതി ചോദ്യങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് സമ്മാനം നൽകുന്നത് സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നമാണ്. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിദ്ദീസ് ഗോൾഡിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായിക്കോട്ടെ, എവിടെ കിട്ടുന്നതിനേക്കാളും ഉയർന്ന നിരക്കിൽ അത് എടുക്കുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്ന നിങ്ങളെ സഹായിക്കുന്നതാണ്. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി. പിന്നെ ഇതിന് പ്രത്യേക കാര്യം പറയാം, ഒരു ചെറിയ കാലഘട്ടത്തോടുകൂടി ഒരു 12 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സിദ്ദീസ് ഗോൾഡിന് സാധിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ദീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ താഴെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ്. യാത്രകൾ തീരുന്നില്ല, പോം. എന്തുവാ പേര്? സന്തോഷ്. സന്തോഷ് ചേട്ടാ, ഇവിടുത്തെ ഈ ബ്ലോക്ക് സന്തോഷമാവുന്നുണ്ടോ? ഓക്കെ, അത് സന്തോഷമല്ലേ? ഇപ്പം കോട്ടയത്തിന്റെ ഒരു പ്രതിനിധി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ അയർക്കുന്നത്തെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? അയർക്കുന്നത്തെ കുറിച്ച് എന്താ, ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കോട്ടയം പോലെ തന്നെ എപ്പോഴും ബ്ലോക്കാണ്. എന്താണ് എന്നറിയില്ല. ഏത് സമയം നമുക്കൊരു അതിനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നില്ല. നമ്മളിപ്പോ വന്നാലും ബ്ലോക്കാണ്. എന്തുവാ പേര്? എന്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ ചേട്ടാ അയർക്കുന്നക്കാരനല്ലേ? അതെ. എന്താണ് അയർക്കുന്നതിനെ കുറിച്ച് 2 വാക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? അയർക്കുന്നത്തെ നമ്മുടെ ടൗണിലെ നല്ല ആൾക്കാരൊക്കെ പല സ്ഥലങ്ങളിലും വരികയും പോവുകയും വാഹനങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വരികയും, അതുപോലെ പഞ്ചായത്തും ഇവിടുത്തെ എല്ലാ സംഗതികളൊക്കെ. എല്ലാരും പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ബൈപ്പാസ് വേണ്ടി ഇവിടുത്തെ ട്രാഫിക്കിന്റെ പ്രശ്നം. ട്രാഫിക്കാണ് പ്രശ്നം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം ശ്രീലക്ഷ്മി ഫ്രണ്ടിലാണ്. നമുക്ക് 2 ചേട്ടായിമാരെ കിട്ടിയിട്ടുണ്ട്. ഇവരോട് നമുക്ക് അയർക്കുന്നതിന്റെ വിശേഷം കാര്യങ്ങൾ ഇവരൊക്കെ പരിചയപ്പെടാം. എന്താ പേര്? അശോകൻ. കോൺടാക്ട് വർക്കാണ്. തകഴിയെന്ന വീട്ടുപേര്. എന്നെ സംബന്ധിച്ചൊക്കെ നല്ല അയർക്കുന്നം എങ്ങനെയുണ്ട്? അയർക്കുന്നം നല്ലൊരു ഫേമസ് സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു സ്ഥലമാണ് ഇവിടെ അയർക്കുന്നം. എല്ലാ സ്നേഹമുള്ള മനുഷ്യന്മാർ. അത് ആരുമായിട്ട് ഒരു കുറ്റവും ചെയ്താൽ പോലും ഞങ്ങൾ പറഞ്ഞ് മാറ്റി വിട്ട് നല്ല സ്നേഹത്തോടെ വിടുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. ആരുമായിട്ടുണ്ടാക്കാൻ പാടില്ല. ഞുള്ളിപ്പറിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ അത്ര സ്നേഹത്തോടെ ഞങ്ങളത് പറഞ്ഞു വിട്ട് അവരെ ഞങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞു വിടുന്ന ഒരാൾക്കാരാണ് ഞങ്ങൾ. നമുക്ക് ഈ ചേട്ടായി പരിചയപ്പെടാം. ഞാനേ ഇവിടെ നിന്ന് ഭയങ്കര മുഴക്കം, ഒരു നല്ല ശബ്ദത്തിനുള്ള ഒരു ഉടമ. ഞാൻ ഡബിങ്ങിനെ വല്ലതും പോകുന്നുണ്ടെന്ന് പരിചയപ്പെടാം. പേരെന്ത് പറഞ്ഞു? പിന്നെ പേര് പറഞ്ഞാൽ എനിക്ക് സ്പീക്കറിലൊക്കെ ഇടിക്കത്തില്ല. സ്പീക്കർ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അജീഷ് ചേട്ടാ അയർക്കുന്നക്കാരനല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അയർക്കുന്നക്കാരനല്ല, എന്റെ ഭാര്യ വീട് അവിടെ. എന്റെ കറക്റ്റ് വീട് പുനലൂരാണ്. അപ്പൊ ഇവിടെ അയർക്കുന്നതായിട്ട് 7-8 വർഷമായിട്ട്. പിന്നെ എന്നാ വേണം അയർക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ? നമ്മള് വരുത്തനാന്നാ പറയുന്നത് എല്ലാരും. അതെന്നാ വർത്താനം അയർക്കുന്നക്കാരാ പറയുന്നത്? അയർക്കുന്നത്ത് നിന്ന് കല്യാണം കഴിച്ചു. അയർക്കുന്നത്തിന്റെ മരുമാനാണ് എന്റെ തെറ്റ്. അയർക്കുന്നതിന്റെ മരുമാനാണ് നിങ്ങൾ. അപ്പൊ ചേട്ടായിമാരെ അയർക്കുന്ന വരുമല്ലേ? പ്രിയ കൂട്ടുകാരെ, ഇത് നമ്മുടെ അയർക്കുന്നം ശ്രീലക്ഷ്മിയുടെ റെസ്റ്റോറന്റ് ആണ്. ശ്രീലക്ഷ്മി പാർക്കിന്റെ റെസ്റ്റോറന്റ് ആണ്. നമ്മുടെ അതിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ? എന്താ രസം. പ്രേക്ഷകരെ, നമ്മളിങ്ങനെ യാത്രയുടെ ഇടയ്ക്ക് നമ്മളൊരു ടെക്സ്റ്റൈൽസ് പരിചയപ്പെട്ടു. ഒരുപാട് ടെക്സ്റ്റൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം. ഒരു തുണിക്കട. ആ തുണിക്കടയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള ഷോപ്പുകൾ പരിചയപ്പെടുത്തുമ്പം നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. ഒന്നും മേടിച്ചില്ലേലും ഒന്ന് വന്ന് കണ്ട് അവിടുത്തെ അനുഭവം നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. അയർക്കുന്നത്ത് ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ്. വാ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിനകത്ത് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ഇവിടുത്തെ ഓണർ ഉണ്ട്. അദ്ദേഹത്തിനെ പരിചയപ്പെടാം. വാ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് അനിൽകുമാർ. ഇത് എന്റെ വൈഫാണ്. ചേച്ചിയുടെ പേര്? ബിന്ദു ചേച്ചി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിനെ കുറിച്ച് ഒരുപാട് കേട്ടു. ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തോ നമ്മുടെ പ്രേക്ഷകർക്ക്? പിന്നെ തീർച്ചയായും. ചേച്ചിയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും നിങ്ങളെ പരിചയപ്പെടുത്താനും ഓരോ ഐറ്റങ്ങൾ സെലക്ഷൻസ് പരിചയപ്പെടുത്തുന്നത്.
വാ അപ്പൊ ചേച്ചി നമുക്ക് പ്രേക്ഷകരുമായിട്ട് എങ്ങോട്ട് ആദ്യം സാരി സെക്ഷനിൽ പോവാം. സെക്ഷനിൽ നോക്കാം. സാരി സെക്ഷനിൽ പോവാം. വാ കണ്ടോണേ, ഇഷ്ടം പോലെ ഉണ്ട്. വിചിത്ര സിൽക്കിന്റെ സാരി. വിചിത്ര സിൽക്ക്. ഇതിന്റെ പ്ലെയിൻ ഉണ്ട്, പിന്നെ ഇതിലെ ഡിസൈൻ ഉള്ളത് പല ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ പല ഐറ്റം ഉണ്ട്. 209 സ്റ്റാർട്ടിംഗ് ആണ് ഇതിന്റെ പ്ലെയിൻ വരുന്നത്. ഒരു 1000, 1500 അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നു. ഈ ടൈപ്പ് സാരികള് പ്ലെയിൻ വന്നിട്ട് ഇതുപോലെ ഓർഡർ ഒക്കെ വരുന്ന ഇതിനൊക്കെ എന്നാ റേഞ്ച് വരുന്നത്? ഇതൊരു 1280 വരുന്ന ആ റേറ്റ് ഒക്കെ വരും. പ്രേക്ഷകരെ 200 രൂപ തൊട്ട് അങ്ങോട്ടുള്ള ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട്. അപ്പൊ ഇതാണ് ചുരിദാറിന്റെ സെക്ഷൻ അല്ലേ? ഇത് ചുരിദാർ തയ്ച്ച റെഡിമെയ്ഡ് ചുരിദാറിന്റെ. ഇത് പാന്റ് ടോപ്പും ഷോളും ഉള്ള ടൈപ്പ് ചുരിദാറായിട്ട് വരുന്നത്. അതാണ് ഈ ടൈപ്പ് ഒക്കെ വരുന്നത് ചുരിദാർ. അതിന്റെ M to XXL വരെ ഉണ്ട്, കുറച്ച് XXL ഉണ്ട്. ഇത്രയും സൈസ് വരെ നമുക്ക് ഇവിടെ ഉണ്ട്. കോട്ടന്റെ ആയിട്ടും അല്ലാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ഫംഗ്ഷന് പറ്റുന്നതും അങ്ങനെ എല്ലാം ആയിട്ടുള്ള ടൈപ്പ് ചുരിദാറുകൾ. ഇത് കോഡ് സെറ്റുകളാണ്. ഇപ്പൊ ഞാനിപ്പോ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് കോഡ് സെറ്റുകൾ. കോഡ് സെറ്റ് പിന്നെ വരുമ്പോഴത്തേനും ടോപ്പ് തന്നെ വരുന്ന ടോപ്പുകൾ തന്നെ വരുന്നത്. ഇവിടെ എല്ലാ തുണികളും കിട്ടും, നല്ല സെലക്ഷൻ ഉണ്ട്. ഇവിടെ വരാറുള്ളൂ. അപ്പൊ അടുത്തിന് നമ്മൾ കാണാൻ പോകുന്നത് ലേഡീസിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ചുരിദാർ മെറ്റീരിയൽസ് അല്ലേ ചേച്ചി? അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. വാ. ഇത് മെറ്റീരിയൽസ് ആണ്. ഇത് തുണി തയ്ക്കാനുള്ളതാണ്. മെറ്റീരിയൽ പാന്റും ഷോളും ഉണ്ട്. ഇത് എല്ലാം കൂടെ കൂട്ടിയുള്ളതാണ്. അപ്പൊ ചേച്ചി നാളെ എന്റെ കുഞ്ഞിന്റെ പിറന്നാളാ, 5 വയസ്സാവുക. അപ്പൊ ഈ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടോ? പെങ്കൊച്ചാണ് ആങ്കോച്ചാണ്? പെങ്കൊച്ച. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അടിപൊളി. ഇത് ചെറിയ സൈസ് ചെറുതൊട്ടുണ്ട്. ഇതൊക്കെ ആകുമ്പം കോട്ടൺ ഉടുപ്പുകളാണ്. കമ്പനി ഐറ്റംസ്, ഓഫീസിന്റെ ഒക്കെ ഐറ്റംസ് നമ്മളെടുത്ത് വെക്കാറുണ്ട്. 32, 34 സൈസ് വരെയൊക്കെ വരുന്ന ഇതുപോലെയുള്ള ഫ്രോക്കില്. അപ്പൊ പ്രേക്ഷകർ ഇതുണ്ടോ ലേഡീസിനെ പറ്റിയ മറ്റേ പാർട്ടിക്ക് ഫംഗ്ഷൻ ഒക്കെ പോകാൻ പറ്റുന്ന പാർട്ടി ലാച്ച ഇതുണ്ടോ? അച്ഛാ ഹേ ലാച്ച കണ്ടോ? ഇനിയുണ്ട്, ഇനി കാണിക്കാൻ കിടക്കുന്നേ, സമയം കുറവുകൊണ്ടാണ്. ഇവിടെ എല്ലാം മോഡല് ഇതുപോലെയുള്ള ഫ്രോക്കുകള്, പാവാടയും ബ്ലൗസും. അതായത് പണ്ട് ശീലാമ്മയും ശാരദാമ്മയും ഒക്കെ അഭിനയിച്ച പാവാടയും ബ്ലൗസും അന്നാണ് ഹൈലൈറ്റ് ആയത്. ആ പാവാടയും ബ്ലൗസും ഇവിടെ കാണണം. അവരിട്ടല്ല, പുതിയത് ശ്രീലക്ഷ്മിയിൽ ഇതാണ്. നോക്കിയേ എന്റെ പൊന്നു തമ്പുരാനെ, എന്തേരാ നോക്കി. ആൺപിള്ളേരുടെ ഐറ്റംസ് ഇതുള്ള ബനിയൻ സെറ്റ്, ഇതുപോലെ ബനിയനും നിക്കറും ഒക്കെ ആയിട്ട് വരുന്നേ കണ്ട. അപ്പൊ കൂട്ടുകാരെ ഇതുണ്ട് നമ്മുടെ ആൺകുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞ് ആൺപിള്ളേർക്കുള്ള ഐറ്റംസ് ആണ് ഇത് ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഫംഗ്ഷൻ ഒക്കെ വരുന്നില്ല ആന്റി. ഇതെങ്ങനെയുണ്ട്? ഇവിടെ കിടന്ന് കിട്ടിയത് അടിപൊളിയാ എന്റെ പോൻ. ആഹാ, ഇവിടെ നിൽക്കുവാണോ? എന്നാണ്ട് വിശേഷം? നമ്മുടെ കൂട്ടുകാർ, ഞാൻ പേരിട്ട് കിങ്ങിണിക്കുട്ടി. പൊടി പോയി. പ്രശ്നം ഇതുണ്ടോ? നമ്മളെ കൊച്ചു പിള്ളേർക്ക് തൊട്ട് വലിയവർക്ക് വരെ വീട്ടിലിടാൻ, നമ്മൾ നെയ്റ്റിടാന്ന് പറയും. ഇങ്ങനത്തെ ഇതുണ്ടോ? വാട്സാപ്പ് ഇങ്ങനെ വരെ നിക്കറിറങ്ങി. ഇത് ഇങ്ങനെ ബോക്സറായിട്ട് വരുന്നത്. ഇനി എവിടെ നമ്മള് പോകുന്നത്? നമ്മള് ഇനി നൈറ്റ് കണ്ടില്ലല്ലോ. നൈറ്റ് കണ്ടില്ല. അപ്പൊ നൈറ്റ് കാണാം. അമ്മമാരെ, അമ്മച്ചിമാരെ, പെങ്ങന്മാരെ, കുഞ്ഞുങ്ങളെ ഇതുണ്ടോ? നൈറ്റിയുടെ സെക്ഷനാണ്. ഇതിന്റെ ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു 300 രൂപയൊക്കെ വരുന്ന ടൈപ്പാണ്. പിന്നെ അതില് കൂടിയത് പിന്നെ എൻ സ്റ്റൈലിന്റെ കമ്പനി ഐറ്റം ഉണ്ട്. 500, 600, 700 ഒക്കെ വരുന്ന എൻ സ്റ്റൈലിന്റെ കമ്പനി ഐറ്റംസ് ആണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു ജെൻസിനുള്ള ഉണ്ടോ, അതായത് ഉണ്ടോ ചേച്ചി? പിന്നെ ജെൻസിനുള്ള ഇതല്ലേ ഇപ്പൊ കാണാനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന കണ്ടോ? ഇത് ഷർട്ട്, ഓട്ടോയുടെ ഷർട്ട് ഉണ്ട്, പാനമേരിക്ക ഉണ്ട്, പാനമേരിക്ക, എല്ലാ ഐറ്റം ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നാണ് എടുക്കുന്നത്. അതെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, ഞങ്ങൾ വെളിയിലാണ്. വരുമ്പോഴൊക്കെ ഇവിടെ വരും. വെളിയിലാണ്, വരുമ്പോൾ ഇവിടെ വരത്തുള്ളൂ. അതാണ് സുഹൃത്തുക്കളെ. ഇനി ജീൻസിന്റെ കുറെ വെറൈറ്റീസ് കിടൽ ഐറ്റങ്ങൾ കാണിക്കാം. അല്ലാണ്ടും എത്തിയിട്ടുണ്ട്. തിരക്കായിരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് ആണ്. അതിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഓടി വന്നതാണ് നമുക്ക് വേണ്ടി. വല്ലേട്ടാ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇതെല്ലാം ജീൻസ് ആണ്, ജെൻസിനുള്ളത്. വിവിധ കളറിലുണ്ട്. എല്ലാം നമ്മുടെ ബ്രാൻഡഡ് ആണ്. ബ്രാൻഡഡ് ഐറ്റങ്ങളൊക്കെയാണ്. കുട്ടികളുടെ ചെറിയ സൈസ് നമ്മുടെ ഒരു 18 സൈസ് തൊട്ട് വലിയയുടെ 42 സൈസ് വരെ ജീൻസും പാന്റും ഉണ്ട്. നമുക്കിനി ഇവിടുത്തെ അതായത് ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസിലെ കാൽക്കുലേറ്ററിനെ പരിചയപ്പെടാം. എന്നാ പേര്? എന്റെ പേര് മുരളി. ഇവിടെ എത്ര വർഷം? തുടക്കം മുതലുണ്ട്. ഇവിടെ ചെറിയ തുടക്കം മുതലേ ഞാനിവിടെ ഉണ്ട്. ചെറുപ്പത്തിൽ വന്നല്ലേ? 20-25 വർഷം, 26. ചെറു കുഞ്ഞിലെ വന്ന അതുകൊണ്ട് മൊത്തം നരച്ച്. അതെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നല്ല സർവീസിംഗ് ആണ്. എല്ലാവരും നന്നായിട്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. അല്ലേട്ടാ ഇതോ കണ്ടു സന്തോഷിച്ചു. അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് എത്ര വർഷമല്ലേ തുടങ്ങിയിട്ട്? നമ്മൾ തുടങ്ങിയിട്ട് 26 വർഷമായി. 1999 തുടങ്ങിയതാണ്. 1999 തുടങ്ങി. 26 വർഷമായിട്ട് തുടങ്ങിയതാണ്.
ചേച്ചി ഒത്തിരി സന്തോഷം. അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ അയർക്കുന്നം കിടങ്ങൂർ റോഡ് റൂട്ടിലാണ് ഈ ശ്രീലക്ഷ്മി ജംഗ്ഷൻ 100 മീറ്റർ ടെക്സ്റ്റൈൽസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ, യാത്ര തുടരുകയാണ്. പോവാം. അപ്പൊ എന്താ പേര്? സോണ. സോന. സോന സോന നീ 1-ാം നമ്പർ. ഓക്കെ, അപ്പം സോന പെങ്ങളോട് നമുക്ക് ചോദ്യം ചോദിക്കാം. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? കുഞ്ഞാവക്കറിയാ? കുഞ്ഞാവയുടെ പേരെന്നാ? ഇവാനോ. ഇവാനോ. എല്ലാം വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, നമുക്ക് എന്താ ഷിൻസിയോട് ചോദിക്കാം. ചോദിക്കട്ടെ, പേര്? ഷിൻസി. ഷിൻസി അയർക്കുന്നകാരിയാണ്. ആ. ഓക്കെ, ചോദിക്കാൻ പോവാണ്. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? ആണോ? എന്റെ പൊന്നു തമ്പുരാനെ, ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു. ഞാൻ ഓർത്ത് ഇച്ചിരി താമസിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് ഖ എന്ന അക്ഷരം അല്ലേ? അപ്പൊ കൂട്ടുകാരെ, കറക്റ്റ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു. അപ്പം ഷിൻസി പെങ്ങൾക്ക് നമ്മള് സിദ്ദീസ് ഗോൾഡ് നൽകുന്ന ആ ഒരു കിടൽ സമ്മാനം കൈയോടെ കൊടുക്കുന്നതാണ്. ഇതാണ് സിദ്ദീസ് ഗോൾഡ് നൽകുന്ന അടിപൊളി സമ്മാനം. കൈവാർത്തേ, ഇന്ന് കൈയടിച്ച പ്രേക്ഷകരെ പിടിച്ചോ. സോനാബേ ഒന്ന് കൈയടിച്ചേ. ഇതാണ് സിദ്ദീസ് ഗോൾഡിന്റെ കാർഡാണ്. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് അറിയാം, അയർക്കുന്നത് തന്നെ ഉള്ളതാണ്. സിദ്ദീസ് ഗോൾഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഓൾ കേരള ലെവലിൽ അത് നമ്മുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കൂടിയ വിലയിൽ അത് എടുക്കാൻ സിദ്ദീസ് ഗോൾഡ് നമ്മളെ സഹായിക്കും. അപ്പോൾ സിദ്ദീസ് ഗോൾഡുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണിത്. അപ്പം സ്വന്തമായിട്ട് കൈയടിക്കുന്നു സമ്മാനം കിട്ടിയതിൽ. ചെലവുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയർക്കുന്നത്തെ ഒരു കിടിലൻ സംഭവമാണ്, ഒരു സർപ്രൈസ് ആണ്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്തില്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വലിയൊരു നഷ്ടമായി പോകും. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ഫംഗ്ഷൻസ് വരാറുണ്ട്, കല്യാണം വരാറുണ്ട്, മാമൂസ് എന്ന് വേണ്ട അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വരാറുണ്ട്. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ, ആഘോഷിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മറ്റൊന്നുമില്ല, അയർക്കുന്നത്തിൻ്റെ ഒരു അഭിമാനം, ഒരു ഐഡന്റിറ്റി എന്ന് പറയാവുന്ന ഒരു സ്ഥാപനമാണ്, ഒരു ഓഡിറ്റോറിയമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഈ ഓഡിറ്റോറിയത്തിൽ, സാധാരണ നമ്മൾ ഓഡിറ്റോറിയം എല്ലാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഓഡിറ്റോറിയത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് അവിടെ ചെന്ന് നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇത്രയും പറഞ്ഞതിനൊരു കാരണം. അത് മറ്റൊന്നുമല്ല, അയർക്കുന്നത്തിന്റെ ഐഡന്റിറ്റിയായ ശ്രീലക്ഷ്മി പാർക്ക് കൺവെൻഷൻ സെന്റർ. ഇതിനുള്ളിലെ സർപ്രൈസുകളും വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ കൊണ്ടുപോകുന്നത്. പോവാം. നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ട്. സാർ ഇവിടുത്തെ മാനേജറാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ശ്രീലക്ഷ്മി പാർക്ക് കൺവെൻഷൻ സെന്ററിന്റെ മാനേജറാണ്. സാർ ഇവിടെ ഉണ്ട്? എം ഡി ഉണ്ട്. അപ്പൊ നമ്മുടെ എം ഡി സാറുണ്ട്, ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, വാ സാറേ. നമസ്കാരം. നമസ്കാരമുണ്ട്. പ്ലീസ്. താങ്ക് യു. ഇപ്പൊ പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ശ്രീലക്ഷ്മി പാർക്ക് കൺവെൻഷൻ സെന്ററിന്റെ എം ഡി. സാറിന്റെ പേര്? എൻ്റെ പേര് ഷാജി. ഷാജി സാറാണ് ഇതിന്റെ ഓണർ. സാറേ, നമ്മളിങ്ങനെ അറിഞ്ഞു കേട്ട് വന്നതാണ്. കാരണം കോട്ടയം ജില്ലയിൽ തന്നെ ഇതുപോലെ വെറൈറ്റി, ഇതുപോലെ ഹൈടെക് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം വേറെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. സാർ, നമുക്ക് ഇവിടുത്തെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മാനേജറുണ്ട്, നമ്മുടെ സുനിലേട്ടൻ. സുനിലേട്ടനെ ഒന്ന് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്നോട്ടെ. എല്ലാം നാട്ടുകാരെ കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും നാട്ടുകാരെ കാണണം, അവരിവിടെ വരണം, ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ? പിന്നെ സുനിലേട്ട, അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് തുടങ്ങാം, നമ്മളെ പ്രേക്ഷകരെ കാണിച്ചു തുടങ്ങാം. ഓക്കെ. അതെ, ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ വന്നപ്പോഴേ നിന്ന് കറങ്ങുമായിരുന്നു ഈ ലൈറ്റ് കണ്ടിട്ട്. ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ ചില സിനിമയ്ക്കകത്തൊക്കെ മാത്രമേ ഞാൻ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ നേരിട്ട് കാണുന്നത്. ഇത് നമ്മുടെ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ അകത്തെ കാഴ്ചകൾ കാണാം അല്ലെ സുനിലേട്ടാ? ഇതിന്റെ തുടക്കത്തിലൊക്കെ നമ്മുടെ എൻട്രൻസിലോട്ട് കയറുവാണ്. കണ്ടോ, അങ്ങ് നോക്കിയേ ഇങ്ങനെ കിടക്കുക. കണ്ടോ സുനിലേട്ടാ? ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് എത്ര സീറ്റിങ് കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ഒന്ന്. നമുക്ക് ഇത് 800 സീറ്റിംഗ് കപ്പാസിറ്റി ആണ്. 800 സീറ്റിംഗ്, 200 സീറ്റിംഗ് കപ്പാസിറ്റി. ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ വേറെ 200 ഉണ്ട്. അപ്പൊ മൊത്തം 1000 കസേരയാണ് ഇരുന്നത്. ഡെക്കറേഷൻ വരുന്ന സമയത്ത് ഇവിടെ 600-ഉം അവിടെ 200-ഉം ആയിരുന്നു. ഡെക്കറേഷൻ വരുന്ന സമയത്ത് നടപ്പാതയും സൈഡിലെ എൻട്രൻസും ആളിന് കയറാനുള്ള ക്യാപ്പ് ഇട്ട് അവർ ആ ഡെക്കറേഷൻ ചെയ്ത് വരുമ്പോൾ അത് ഈ പറഞ്ഞ 800-ന് 600 വീഴുള്ളൂ. മേളില് 200. അങ്ങനെ 800 സീറ്റിംഗ് കപ്പാസിറ്റി ഓട്ടോമാറ്റിക് ആവും. ഇത്രയും ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ഇതിന്റെ പാർക്കിങ്, വണ്ടി പാർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ അതിന്റെ സ്പേസ് വേണം, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പിന്നെ പറയാം. ഇത് നമ്മുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ 140 വണ്ടി പാർക്കിംഗ് ഉണ്ട്. ഇത് അണ്ടർഗ്രൗണ്ടിൽ ഉൾപ്പെടെ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ റോഡ് സൈഡിൽ ഉൾപ്പെടെ നമ്മൾ 140 വണ്ടി പാർക്കിംഗ്. അല്ലാതെ നമുക്ക് തൊട്ട് 200 മീറ്റർ അപ്പുറം 1.5 ഏക്കർ സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട്. പാർക്കിംഗിന് മാത്രമായിട്ട് അവിടെ ഒരു 300, 400, 350 വണ്ടി കിടക്കും. 350 വണ്ടി കിടക്കും. നമുക്ക് ഇതിന്റെ മേളിൽ ഈ സ്റ്റേജിൽ പ്രേക്ഷകരെ നമ്മൾ സ്റ്റേജിൽ കയറാൻ പോവാണ്. അടിപൊളി. കണ്ടോ, നെറ്റിപ്പട്ടോ കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ഇതേ മേളിലത്തെ ലൈറ്റ് കേട്ടോ, ഇതും ചൈന സാധനമാണ്. ഓക്കെ, ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്, ഒരു ഫ്ലോർ എന്ന് തന്നെ പറയാം. ഇവിടെ റൂം കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് മറ്റുള്ള ഓഡിറ്റോറിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് നിലവിൽ. മറ്റുള്ളത് ഈ പാനലൊന്നും ഉണ്ടാകില്ല, ഓപ്പൺ സ്റ്റേജ്, ഈ 2 കമ്പി ഉണ്ടാവുള്ളൂ. അതിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ഇവന്റുകാരാണ് വന്ന് ബാക്കി ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോർക്ക് ചെറിയ ചെറിയ പരിപാടി വേണ്ടി, അതായത് ഒരു സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുല്ലപ്പന്തൽ സെറ്റ് ചെയ്യുക, ഔട്ട്ഡോറുള്ള ഈ ചുറ്റുമുള്ള സാധനങ്ങളൊന്നും വേണ്ട. അപ്പൊ അത്രയും ക്യാഷ് അവർക്ക് ലാഭം കിട്ടുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ ഹിന്ദുക്കൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴത്തെ ഫുഡ് നടക്കുന്ന സമയത്ത് ഇവിടെ 3 ക്യാമറ ഉണ്ട്, ലൈവ് ക്യാമറ. അത് ഈ ഇതിനകത്ത് നടക്കുന്ന 3 ക്യാമറ നമ്മുടെ താഴത്തെ ഹാളിൽ ടിവിയിൽ കാണും, TV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 4.5 മണിക്കൂർ എഞ്ചിൻ പാക്കേജ് കൊടുക്കും. 4.5 മണിക്കൂർ എഞ്ചിൻ പാക്കേജ്. എഞ്ചിൻ പാക്കേജ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താണ് AC കൊടുക്കുന്നതും വർക്ക് നടക്കുന്നതും. അത് ഇത് ഡിലേ വരത്തില്ല, കറണ്ട് ഡിലേ വരത്തില്ല. ലിഫ്റ്റ് എത്ര എണ്ണം ഉണ്ട്? ലിഫ്റ്റ് നമുക്ക് 2 ഉണ്ട്. അത് താഴെ പാർക്കിംഗ് ഏരിയ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നേരെ 2 പേർക്കും ഗസ്റ്റ് ആര് വന്നാലും അവർക്ക് ലിഫ്റ്റ് വഴി മുകളിൽ കയറാം. അപ്പൊ നമ്മളങ്ങനെ ബാൽക്കണിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല വൈബ് സെറ്റപ്പ്, 200 സീറ്റിംഗ്. അടിപൊളി. ഇവിടെ നോക്കിയേ, ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഒരു തിയേറ്ററിൽ ചെന്ന് ഒരു അടിപൊളി ആ ഒരു വൈബില്ലേ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നിറച്ച് ആളുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കിയേ, എന്നാ രസമായിരിക്കും, പാട്ടും മ്യൂസിക്കും. ഇതാണ് ഡൈനിങ് ഹാൾ. അപ്പൊ നമ്മുടെ അത് ഗ്രീൻ റൂം അല്ലേ? അത് ഗ്രീൻ റൂമാണ്. നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് കയറുന്ന നമ്മൾ ഗ്രീൻ റൂം ഒന്ന് കാണാവേ. ഇതും AC ആണ്. ഗസ്റ്റ് വരുന്നതനുസരിച്ച് നമ്മള് അതെ ഫുൾ ക്ലാസ്. ഇതാണ് ഡൈനിങ് ഹാള്. എന്തേരം സ്പേസ് ആണ്, ഓടി നടന്ന് കഴിക്കാം, അത്രയ്ക്ക് ഇടയുണ്ട്. ഇവിടെ നമുക്ക് എത്ര സീറ്റിംഗ് ആയിരുന്നു? ഇവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി 340 പേര് ഒരേ സമയം ഭക്ഷണം കഴിക്കും. ഇവിടാണ് നമ്മൾ ലൈവ് കാണിക്കുന്നത് അല്ലേ? 3 TV ആണ് ലൈവ് കാണിക്കുന്നത്. 3 TV ഉണ്ട്. അതുപോലെ നമ്മുടെ ലേഡീസിനും ജെന്റ്സിനുമുള്ള വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനവും ഇവിടെയുണ്ട്. വാ, ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പൊ കൂട്ടുകാരെ, നമ്മളിപ്പോ നിൽക്കുന്നത് ഏറ്റവും താഴത്തെ നിലയിലാണ്, നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഇവിടെ 2 ലിഫ്റ്റ് സംവിധാനമാണ്. അത് വണ്ടി പാർക്ക് ചെയ്യുക, ഗസ്റ്റ് വരിക, ഈ ഗ്ലാസ് ഡോർ തുറക്കുക, 2 സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്, നേരെ നിൽക്കുക. ഇവിടെ തന്നെ ഒരു 150 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. വണ്ടി പാർക്ക് ചെയ്യും. പിന്നെ വേറെ ഉള്ളത് 2500 പേരുടെ ഹിന്ദുക്കളാണ് വന്നു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ കൂടി സദ്യ കൊടുക്കും. ഇവിടെ കൂടി സദ്യ കൊടുക്കും. അപ്പൊ അതിന്റെ ടേബിളും സാധനം അവർ ഇറക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ആ കാണുന്നതാണ് അവർക്കുള്ള വാഷ് ഏരിയ. ഇതാണ് നമ്മൾ പറഞ്ഞ കുളം അല്ലേ? കുളം. ഇത് ഇതുണ്ടോ വെള്ളം വീഴുന്നുണ്ടോ? അപ്പൊ എന്റെ പൊന്നു കൂട്ടുകാരെ, പക്ക സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോട്ടയം ജില്ലയിൽ തന്നെ ഇത്ര ഹൈടെക് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം വേറെ ഇല്ല. സുനേട്ടാ, ഇതാണ് നമ്മൾ പറഞ്ഞ കിളിവാതിൽ. തുറന്നു കയറിയാലോ? അടിപൊളി. ഇവിടെ എല്ലാം ഷൂട്ടിങ്ങിന് പറ്റിയ സംഭവങ്ങളല്ലേ? അപ്പൊ കൂട്ടുകാരെ, ഇതുണ്ട് ഒരു ചെറിയ ഗാർഡൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രസമല്ലേ കണ്ടേ? സുനേട്ടാ, അതുപോലെ നമ്മൾ ഈ കയറി വരുന്ന ഈ ഫ്രണ്ടേജ് ഒരുപാട് ഇവിടെ വണ്ടി ഇടും. അത് ചെറുക്കന്റെ പെണ്ണിന്റെ വണ്ടി, നമ്മൾ അലങ്കരിച്ച വണ്ടികൾ നേരെ ബാധിക്ക് ഇടുന്നത്. ഇത് രാത്രി ഫുള്ള് കത്തൂല്ലോ? ലൈറ്റിംഗ് സൊറ പറഞ്ഞിരിക്കുക, എന്നും കത്തിക്കത്. നല്ലൊരു അനുഭവമായിരിക്കും. ഇനി പരിപാടി ഒന്നും നടത്തിയില്ലെങ്കിലും ഈ വഴി പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണും. ഒരുപാട് സന്തോഷം സാറേ, ഒത്തിരി താങ്ക്സ്. സുഹൃത്തുക്കളെ, നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു ബേക്കറി കണ്ടു. അവിടുത്തെ ചേട്ടായി കണ്ടു, അയർക്കുന്നക്കാരനാണ്. നമുക്ക് പരിചയപ്പെടാം, ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടായി നമസ്കാരം. നമസ്കാരം. പറഞ്ഞു. എന്തോ പേര്? ദിലീപേട്ടൻ. ഓക്കെ, ഇഷ്ടമുള്ള പേരാണ്. അപ്പം കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് 3 വർഷമായി. നമ്മൾ അയർക്കുന്നക്കാരനാണ്. അപ്പം അയർക്കുന്നത്തെ കുറിച്ച് എന്നിരുന്നാലും ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷം. എന്നിരുന്നാലും അയർക്കുന്നക്കാരെ ഏറ്റവും അടുത്ത് അറിയാൻ പറ്റുമല്ലോ, കടയായിട്ടിരിക്കുന്നുണ്ട്. അയർക്കുന്നത്തെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. നമ്മുടെ അയർക്കുന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ളവരാണ്. എല്ലാവരും നല്ല ഇടപെടലും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നല്ല മനുഷ്യരാണ്. എല്ലാവരും സാധനമൊക്കെ മേടിക്കും. വില കുറച്ച് കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ വെച്ച് കൊടുക്കും നമ്മുടെ പരിചയക്കാർക്കൊക്കെ. ഓക്കെ. അയർക്കുന്നത്തോട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കടയ കാര്യങ്ങൾ തിരക്കുണ്ട്. അപ്പൊ പെട്ടെന്നൊരു മീൻകട ശ്രദ്ധയിൽപ്പെട്ടു, കടൽപ്പന്റ്. നോക്കിയിട്ട് വരാം. അപ്പൊ കൂട്ടുകാരെ, അയർക്കുന്നത്തെ അറിയപ്പെടുന്ന ഒരു മീൻകടയാണ്. ഇച്ചിരി അകത്തോട്ട് കയറിയിരിക്കുന്ന കടൽപ്പൻ എന്നാണ് ഈ മീൻകടയുടെ പേര്. അത്യാവശ്യം ചേട്ടായി നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ മീൻ എന്തൊക്കെയാ? നീ അതെന്നാ മീനാ? സിലോപ്പിയ, കിരിയാന്. പ്രേക്ഷകരെ, ഒരുപാട് ഫ്രഷ് മീനുകളുണ്ട്. സിലോപ്പിയ, കിരിയാന്, മത്തി. ഇത് മത്തിയല്ലല്ലോ. കിളി, ഇത് വെകിളി,
മത്തി, അങ്ങനെ ഒരുപാട് നിരവധി മീനുകളുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മളിങ്ങനെ അയർക്കുന്നതിന്റെ കാഴ്ചകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അയർക്കുന്നതിന്റെ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ പേടിയുള്ളൂ, ഇവിടെ വണ്ടി ഭയങ്കര തിരക്കാണ്, പെട്ടെന്ന് സൈഡിൽ കൂടെ ഒക്കെ വരും. അത് ഇന്നലെ തൊട്ട് ആൾക്കാർ പറയുന്ന ഒരു പരാതി ഇവിടുത്തെ ഒരു ബൈപ്പാസിന്റെ വിഷയവും വണ്ടി തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും മനോഹരമായ ഒരു സ്ഥലമാണ്, മനോഹരമായ ഒരു ഗ്രാമമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അയർക്കുന്നം. അമ്മയെ കിട്ടിയിട്ടുണ്ട്. അമ്മേ നമസ്കാരം. എന്തോ പേര്? എന്റെ പേര് കുഞ്ഞമ്മണി. കുഞ്ഞമ്മണി അമ്മേ, അയർക്കുന്നകാരിയല്ലേ? അതെ. ഈ അയർക്കുന്നത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട്, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് രണ്ടു വാക്ക് പറയാമോ? അയർക്കുന്നം പണ്ട് കാലത്ത് ഇവിടെ നല്ല വഴിയോര കച്ചവടങ്ങളും ജനസംഖ്യയൊക്കെ വളരെ ഇത്രയും ഡെവലപ്പ് ഇല്ലായിരുന്നു. പക്ഷേ 2026 ആയപ്പോഴത്തേക്ക് നല്ല ഡെവലപ്പുമായി, നല്ല ജനങ്ങളും നല്ല പഞ്ചായത്താ ഞങ്ങളുടെ പഞ്ചായത്ത്. നല്ല ഭരണമാണ്, പാവങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന പഞ്ചായത്താണ്. എല്ലാവിധ നന്മകളും ഉള്ള ഒരു നാടാണ് അയർക്കുന്നം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ യാത്രക്കിടയിൽ, അയർക്കുന്നം യാത്രക്കിടയിൽ നമുക്കൊരു ഫാമിലിയെ കിട്ടിയിരിക്കുകയാണ്. ഈ തിരക്കിനടിക്കും ഇവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ചേട്ടായി നമസ്കാരം. നമസ്കാരം. എന്തുവാ പേര്? അനീഷ് ചേട്ടാ. അയർക്കുന്നം എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ സ്ഥലം. സൂപ്പർ സ്ഥലം. എന്ത് ചെയ്യുന്നു? ഞാൻ സെൻട്രിങ് വർക്ക്. ചേച്ചിയുടെ പേരോ? സെബി. കുഞ്ഞാപ്പിയുടെ പേര് എന്നാണോ? ഓടുന്നു. കുഞ്ഞാപ്പിയുടെ പേര് പറഞ്ഞേ. ജെയിൻ. നല്ല പേര്. അപ്പം അയർക്കുന്നം കിടിലിനാണ്. ഇവിടെ വന്ന ആൾക്കാരെല്ലാം പറഞ്ഞു ഈ അയർക്കുന്നം തന്ന കിട്ടാത്ത A to Z ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം കിട്ടും പറഞ്ഞ നേരാണ്. പിന്നെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അത് വേണമല്ലോ. പിന്നെ ഈ സമയമായിട്ട് നല്ല തിരക്കാ. കൂട്ടുകാരെ, നമുക്ക് യാത്രക്കിടയിൽ ഒരു അമ്മയെ കിട്ടിയിട്ടുണ്ട്. അമ്മയോട് ചോദിക്കാം. അമ്മേ നമസ്കാരം. നമസ്കാരം. എന്തുവാ പേര്? എന്റെ പേര് ബീന. ബീന ചേച്ചി. അപ്പം അയർക്കുന്നംകാരിയാണ്. അയർക്കുന്നതിനെ കുറിച്ച് ഒരു 3-4 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? അയർക്കുന്നം നല്ല കരയാണ്, ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ഈ അയർക്കുന്നകര കിട്ടും. പച്ചക്കറി മേടിക്കാൻ വന്ന വിലക്കുറവുണ്ട്. അതാണ് അയർക്കുന്നം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അയർക്കുന്നം കാഴ്ചയുടെ എപ്പിസോഡ് 2 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പതിപോലെ കുസൃതി ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നം സിദ്ദീസ് ഗോൾഡ് ആണ്. സിദ്ദീസ് ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഓൾ കേരള ലെവലിൽ അത് ആരുടെ സ്വർണം ഏത് ബാങ്കിൽ പണയം ഇരിക്കുന്നതും അല്ലാത്തതുമായിക്കോട്ടെ, എവിടെ കിട്ടുന്നതിനേക്കാളും ഒരു ഉയർന്ന നിരക്കിൽ, ഉയർന്ന വിലയിൽ അത് എടുക്കുവാൻ സിദ്ദീസ് ഗോൾഡ് അയർക്കുന്നം നിങ്ങളെ സഹായിക്കുന്നു. അതും പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി. പിന്നെ ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട്, അതായത് ഒരു 12 വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ സിദ്ദീസ് ഗോൾഡ് സാധിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സിദ്ദീസ് ഗോൾഡുമായിട്ട് ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ താഴെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് വിശേഷങ്ങൾ ഇനിയുമുണ്ട് അയർക്കുന്നം കാഴ്ചകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അയർക്കുന്നം കാഴ്ചകളുടെ എപ്പിസോഡ് 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം കേട്ടോ.